കോട്ടയത്ത് നിന്ന് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നുവെന്നും കോട്ടയം ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ അടക്കം വെള്ളം കയറുകയാണെന്നും കുമരകം റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടെന്നൊക്കെ നമ്മുടെ ബ്രേക്കിംഗ് ഗ്രൂപ്പിൽ ടോബി ജോൺസൺ ഇടുന്നുണ്ട്. ടോബി അതിന്റെ വിവരങ്ങളുണ്ട്. ടോബി ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കുമായിരിക്കും. ടോബി ഗുഡ് മോർണിംഗ്. രവി ഗുഡ് മോർണിംഗ്. ഈ കോട്ടയത്തെ ഒരു പ്രശ്നം, ഈ താഴ്ന്ന പ്രദേശങ്ങൾ ഏറെയുണ്ട്. മാത്രമല്ല ഈ കുമരകം റൂട്ടിൽ, ഇല്ലിക്കൽ കുമരകം റൂട്ടിലൊക്കെ മഴ തുടങ്ങിയാൽ പെട്ടെന്ന് വെള്ളക്കെട്ട് രൂപപ്പെടുകയും പല വീടുകളും വെള്ളത്തിനടിയിലാകുകയും ജനജീവിതം വളരെ ദുസ്സഹമാകുകയും ചെയ്യുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ കോട്ടയത്ത് എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്? ഒരു ക്യാമ്പിലേക്കൊക്കെ പോകുന്ന ഒരു സമയമാണ് ഈ ആദ്യത്തെ ഒരാഴ്ചയൊക്കെ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. അതെ, തീർച്ചയായിട്ടും ഞാൻ സാധാരണ നമ്മൾ മഴ പെയ്താൽ ഉടൻ തന്നെ വെള്ളം കയറുന്ന പ്രദേശമാണ് ഈ ഇല്ലിക്കൽ മേഖലയൊക്കെ. പക്ഷേ ഇന്നലെയൊക്കെ നമ്മൾ അവിടെ നിന്നാണ് ലൈവ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യം കുറച്ചും കൂടി വ്യത്യസ്തമാണ്. കാരണം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ 2018-ലും 2019-ലും കണ്ടതിന് സമാനമായ രീതിയിൽ പല സ്ഥലങ്ങളിലും അന്ന് വെള്ളം കയറിയതിനു ശേഷം പിന്നെ കയറാതിരുന്ന പല സ്ഥലങ്ങളിലും ഇപ്പോൾ വെള്ളം കയറി തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുമരക റൂട്ടാണ്. ആ കുമരക റൂട്ടിൽ പൂർണ്ണമായും വെള്ളം കയറി കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് കിഴക്ക് നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് എത്തുന്നു. അവിടെ നിന്നും ആ വെള്ളം വേമ്പനാട്ട് കായലിലേക്ക് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വെള്ളം കയറി തുടങ്ങിയിരിക്കുന്നു. അവിടെയൊക്കെ വെള്ളം കയറി തുടങ്ങി കേട്ടോ. വെള്ളം കൂടുതലുണ്ട്. ഉണ്ട്. ഇന്ന് നല്ല കൂടുതല. അതാണ് ഇവിടുത്തെ നാട്ടുകാർ തന്നെയാണ് അവർ പറയുന്നത്. നന്നായിട്ട് വെള്ളം കൂടിയിട്ടുണ്ട്, നല്ല രീതിയിൽ വെള്ളം കൂടിയിട്ടുണ്ടെന്നാണ്. വാഹനങ്ങൾക്ക് പോകാൻ പ്രയാസമുണ്ട്. വലിയ ബസ്സുകൾ മാത്രമേ കുറച്ചു ദൂരം സർവീസ് നടത്തുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക്, അതായത് ചെങ്ങളം പോലെയുള്ള ഇല്ലിക്കൽ അപ്പുറത്തേക്ക് പോകാൻ വലിയ പ്രയാസമുള്ള ഒരു മേഖലയായിട്ട് മാറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പടിഞ്ഞാറൻ മേഖല മാത്രമല്ല, കോട്ടയം ജില്ലയുടെ നട്ടാശ്ശേരി പോലെയുള്ള തിരുവഞ്ചൂരിലേക്ക് പോകുന്ന ആ ഭാഗമൊക്കെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി, അതായത് മീനച്ചിലാറ്റിന്റെ മുകളിലേക്ക് വെള്ളം കയറി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. എന്തായാലും രാവിലെ വന്ന ഒരു അറിയിപ്പ് പ്രകാരം ആണെങ്കിൽ 4 മണി മുതൽ 3 മണിക്കൂർ നേരം അതിശക്തമായിട്ടുള്ള മഴ ജില്ലയിൽ പെയ്യുമെന്ന് ഒരു പ്രവചനമുണ്ടായിരുന്നു. ആ പ്രവചനം ശരിവെക്കുന്ന രീതിയിൽ അതിശക്തമായിട്ടുള്ള മഴയാണ് കഴിഞ്ഞ 3 മണിക്കൂറിലധികമായി പെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നു. നമുക്ക് ഇന്നലെ ലഭിച്ച വിവരം അനുസരിച്ച് ഏകദേശം 35ഓളം ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൽ കൂടുതൽ ക്യാമ്പുകൾ തുറക്കാനുള്ള ഒരു സാധ്യതയും നിലവിലത്തെ സാഹചര്യത്തിൽ കോട്ടയം ജില്ലയിലുണ്ട്. ഹാഷ്മി ക്രിസ്റ്റീന. ഓക്കെ ടോബി, തോടേതാ റോഡേതാ എന്നറിയാത്ത അവസ്ഥയാണ്. അങ്ങനെ പരന്ന് വെള്ളം ഒഴുകുകയാണ്. അത് കോട്ടയത്തെ മാത്രം കാഴ്ചയല്ല, നാട്ടിലെ പല സ്ഥലങ്ങളിലെയും കാഴ്ചയാണ്. എന്തായാലും ഭീകരമായ മഴ ഒഴിവായി നിൽക്കട്ടെ അല്ലേ? അതെ.